നമസ്കാരം. നമ്മുടെ പ്രിയങ്കരിയായ ഉഷ് ടീച്ചർ നയിക്കുന്ന 100 ദിന നാരായണീയ സബരിയുടെ 96-ാമത്തെ ദശകമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. 96-ാമത്തെ പടവിലാണ്. ഞാൻ ഇന്ന് 96-ാമത്തെ ദശകം പാരായണം ചെയ്യാം. അതിനുശേഷം ടീച്ചർ നമുക്കായിട്ട് ദശകം വളരെ വിശദമായിട്ട് വിശദീകരിച്ചു തരും. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 96. ഭവദ് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാര താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യനന്ദ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്തന്ത്യസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈഃ സന്ധ്യജന്തോ ലഭന്തെ സക്താ സ്ഫൂർത്തിപ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം ജ്ഞാനം കർമാഭിഭക്തിസ്ത്രിതയമിഹ ഭവത്പ്രാപകം തത്ര താവന്നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹിതോ യേതു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം ജ്ഞാനം ത്വത്ഭക്തദാം വാ ലഘു സുകൃതവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവന്നാകഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാദ്ഭവജലനിധിപോതായി തേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിദസ്താരയേഥാ അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരപി നയൈഃ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തേതീവ സിദ്ധിം ബഹുതരജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേ നന്വയം ഭക്തിയോഗഃ ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർദ്ധതാം മേ ജ്ഞാനായൈവാദിയത്നം മുനിരപവദത്തെ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഠം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തിഃ കരാഗ്രേ ത്വധ്യാനേപീഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോരഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം നിർവിണ്ണഃ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഠം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപതേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജംസ്താൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നങ്ക്ഷ്യന്തി സംഗാഃ കശ്ചിത് ക്ലേശാർജിതാക്ഷക്ഷയ വിമലമതിർനുദ്യമാനോ ജനൗഘൈഃ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജനഃ കാലകർമ്മഗ്രഹാ വാ ചേതോ മേ ദുഃഖഹേതുർസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീത്യുക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം ഐളഃ പ്രാഗുർവശീം പ്രത്യതിവിവശമനാഃ സേവമാനശ്ചിരം താം ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ ത്വത്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരമചരത് തദ്വദുദ്ഭൂതസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപദേ ഹന്ത മേരുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മള് 96ാമത്തെ ദശകം വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്തു. ഇനി നമുക്ക് അതില് ധാരാളം കാര്യങ്ങള് ഓരോ ശ്ലോകങ്ങളിലും വളരെ ഒരു ചെപ്പിൽ അടക്കി വെച്ച പോലെ ധാരാളം കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് പതുക്കെ ഒന്ന് തുറന്ന് നമുക്കാവുന്ന വിധത്തിൽ അതൊന്ന് പരിശോധിക്കാം. അപ്പോ കഴിഞ്ഞ ദശകത്തില് ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പോ ആ ധ്യാനയോഗത്തിനുള്ള യോഗ്യത നേടാൻ വേണ്ടിയിട്ട് വിശ്വമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ആ സ്ഥൂല രൂപം അത് ഉപാസിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ധ്യാനം പരിശീലിക്കണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് ഒരു രൂപം അതുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോ ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിനെ അവിടെ നിർത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു രൂപത്തില് ആ രൂപത്തിന് ഒരു ഭാവം അതിനൊക്കെ നിർത്താനായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഭഗവാന്റെ രൂപങ്ങളെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ തന്നെ വിഭൂതികളെ പറ്റി പറയാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ പഠിച്ച് അറിവ് ഇല്ലാത്തവര്, അല്ലെങ്കിൽ ആ സൂക്ഷ്മ വിഷയങ്ങളിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കാത്തവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എളുപ്പ വഴി നിർദ്ദേശിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് വിഭൂതി യോഗത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരും ക്രമത്തില് ആ ധ്യാനയോഗത്തിന് വേണ്ടതായിട്ടുള്ള അർഹത നേടിക്കൊള്ളും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പോ ആ സ്ഥൂല ഐശ്വര്യങ്ങളായിട്ടുള്ള ഭഗവത് ഭാവങ്ങളാണ് വിഭൂതികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ വിഭൂതികൾ എന്തൊക്കെയാണ്? ഭഗവാന്റെ തന്നെ ഭാവങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ ദശകത്തിലെ ജ്ഞാനം, കർമ്മം, ഭക്തി അങ്ങനെ 3-നുമുള്ള ഭേദങ്ങള്, അതിന്റെ ഫലങ്ങള് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വിധത്തിലുള്ള ഉപാസകർക്കും യോജിക്കുന്ന അല്ലെങ്കിൽ ഉചിതമായതാണ് ഭക്തി എന്ന മാർഗം. അപ്പോ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലെ വിഭൂതി യോഗത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. അത് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മള് ആദ്യത്തെ ദശകത്തിലെ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അത് തന്നെയാണ്. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഈ സകല ജീവജാലങ്ങള്, അതുപോലെ ഇപ്പൊ മനുഷ്യരിലാണെങ്കിൽ പണ്ഡിതൻ, പാമരൻ, അങ്ങനെ പിന്നെ തിര്യക്കുകള്, പക്ഷിമൃഗ, എല്ലാ സംഗതികളും എല്ലാ വ്യത്യാസമില്ലാതെ അതൊന്നും എല്ലാം ഒന്നാണ് എന്ന് വിചാരിച്ച് ധ്യാനിച്ച് ഉപാസിച്ച് മുക്തി ലഭിക്കണം എന്നാണ്, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഗുരുവായൂരിൽ ഭഗവാൻ സാക്ഷാത് കരുണാമൂർത്തിയായിട്ട് ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങുന്നു. അപ്പൊ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇരുന്നാണല്ലോ ഇത് പറയുന്നത്. അപ്പോ എല്ലാ വസ്തുക്കളും, ചേതനങ്ങളും അചേതനങ്ങളുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭഗവാൻ തന്നെ. പക്ഷെ അപ്പൊ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ പറയുന്നത്, വിഭൂതികൾ എന്ന് പറയുന്നത്? അപ്പൊ എന്താണ്, ചില വസ്തുക്കളിലെ ഭഗവാന്റെ ആ മാഹാത്മ്യം അല്ലെങ്കിൽ ആ സത്വ അധിഷ്ഠിതമായിട്ടുള്ള ആ ഉത്കൃഷ്ടമായി വിളങ്ങുന്ന ആ ഭാവം കൂടുതൽ വിളങ്ങുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഉദാഹരണത്തിന് പറയുന്നത്, അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ആദ്യാക്ഷരം അല്ലെങ്കിൽ മുഖ്യ അക്ഷരമായിട്ടുള്ള അകാരം ആയിട്ട് അങ്ങ് വിളങ്ങുന്നു. മന്ത്രങ്ങളില് ഉയർന്ന മന്ത്രമായിട്ടുള്ള പ്രണവമായിട്ട് അങ്ങ് തന്നെയാണ് വിളങ്ങുന്നത്. ബ്രഹ്മർഷികളിലെ ഭൃഗുവായിട്ടും ദേവർഷികളിലെ നാരദരായിട്ടും ഭഗവാൻ തന്നെയാണ്. അതുപോലെ അസുരന്മാരുടെ ഇടയില് ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദനായിട്ട് വിളങ്ങുന്നതും അദ്ദേഹം അങ്ങ് തന്നെയാണ്. പശുക്കളിലെ കാമധേനുവായിട്ടും പക്ഷികളുടെ കൂട്ടത്തില് ഗരുഡനായിട്ടും സർപ്പങ്ങളിലെ ആദിശേഷനായിട്ടും അങ്ങ് തന്നെ വിളങ്ങുന്നു. പിന്നെ നദികളിൽ പുണ്യനദിയായിട്ടുള്ള ഗംഗയാണ് ഗംഗയായിട്ട് അങ്ങ് പ്രകാശിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഏത് വസ്തുവിലും അധികമായിട്ടുള്ള മഹിമ ഉള്ളതൊക്കെ ഭഗവാൻ തന്നെ എന്നാണ്. പിന്നെ ഗ്രഹങ്ങളിലെ സൂര്യനും
നക്ഷത്രങ്ങളിലെ ചന്ദ്രനും എന്നാണ്. അപ്പൊ ചന്ദ്രൻ യഥാർത്ഥത്തിൽ നക്ഷത്രമല്ല എങ്കിലും ആ നക്ഷത്രങ്ങളുടെ നടുക്ക് പ്രകാശിക്കുന്ന കാരണം പ്രകാശം കൂടുതലുള്ളത് കൊണ്ടും ആവാം നക്ഷത്രം എന്നാണ് വ്യവഹരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. അതാണ്. പിന്നെ പിന്നീട് പറയുന്നത് ആ രണ്ട് ശ്ലോകങ്ങളിലും വിഭൂതികളെ തന്നെയാണ് പറയുന്നത്. ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചിട്ട് മഹാബലി, പിന്നെ യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞം. അപ്പൊ ഇപ്പോഴത്തെ ശരിക്ക് കലിയുഗത്തിലെ ഇതിനു വേണ്ടി പറയുകയാണെങ്കിലും ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ജപയജ്ഞം തന്നെയാണ്. പിന്നെ വീരേഷു പാർത്ഥ എന്ന് പറഞ്ഞാൽ വീരന്മാരിൽ വെച്ച് അർജുനൻ അങ്ങാണ്, ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവൻ, അതുപോലെ ബലവാന്മാരുടെ ബലവും തേജസ്വികളുടെ തേജസ്സും ഒക്കെ അങ്ങ് തന്നെയാണ്. അപ്പൊ അങ്ങയുടെ വിഭൂതികളെ പറ്റി പറയുകയാണെങ്കിൽ അറ്റമില്ല, എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പൊ എല്ലാം എല്ലാ വസ്തുക്കളും, സ്പഷ്ടമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അങ്ങ് തന്നെ. അപ്പൊ പുരുഷനും പ്രകൃതിയും എല്ലാം ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ള ആ ആത്യന്തികമായിട്ടുള്ള ആ തത്വം തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നത്. അപ്പൊ അവിടെ നമ്മള് ഒരു ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം അങ്ങ് തന്നെയാണ്. അപ്പോ ഒന്നും അവിടെ എടുത്തു പറയാനില്ല, ഇത് ഭഗവാനല്ല ഇത് വേറെയാണ് എന്ന് പറയാൻ വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഈ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ആ സത്വഗുണത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നുള്ള വിധത്തിൽ മാത്രമാണ് നമുക്ക് ഈ വിഭൂതി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതായിട്ട് വരും. അപ്പൊ പിന്നെ ധ്യാനയോഗത്തിന് അർഹതയില്ലാത്തവർക്ക്, അതല്ലെങ്കിൽ അർഹത എന്ന് ഉദ്ദേശിക്കുന്നത് ചിലർക്ക് ചില സംഗതികള് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാധിക്കാതെ വരിക, അങ്ങനെയുള്ളവർക്ക് ആ ഭക്തിപൂർവം അപ്പൊ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക, അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിൽ നിന്ന് വൈരാഗ്യം അങ്ങനെ സമ്പാദിച്ച് മുക്തി നേടാൻ സാധിക്കുമെന്നാ പറയുന്നത്. അപ്പൊ വർണ്ണാശ്രമങ്ങള് എന്താണ്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം, അതാണല്ലോ. പിന്നെ അതുപോലെ വർണ്ണങ്ങള് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അങ്ങനെയുള്ള വർണ്ണാശ്രമങ്ങള്, അതുപോലെ തന്നെ മറ്റ് ആശ്രമം, ഇതൊക്കെ ഇതിലെല്ലാം കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ അല്ലെങ്കിൽ ഭഗവാനിൽ മനസ്സർപ്പിച്ച്, അപ്പൊ കർമ്മത്തെ ധർമ്മമായിട്ട് ചെയ്യുക എന്നാണ്. അങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഓരോ കർമ്മങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഓരോരുത്തർക്ക് ഓരോ പ്രായത്തില് അല്ലെങ്കിൽ ഓരോ കുലത്തില് ഒക്കെ ഓരോ കർമ്മങ്ങളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ ധർമ്മത്തിന്റെ ഭാവത്തില് ഭക്തിയോടുകൂടി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് പതുക്കെ പതുക്കെ ആ കർമ്മത്തിൽ നിന്ന് വൈരാഗ്യം വന്ന് ആ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫലത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക, ഇനി ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാവം ഇല്ലാതിരിക്കുക, അതിനെയൊക്കെ ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ്. അപ്പൊ അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഏകമായിട്ട് മാറ്റമില്ലാതെ കാലദേശങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ളത് ആ ശക്തിയാണ്, ആ ഭഗവാനാണ് എന്നുള്ള ആ ഭാവം ജഗത്തിന് കാരണമായത്. പിന്നെ ഈ ഭഗവാന് ഒരു കാരണം ആവശ്യമില്ല, കാരണമില്ലാത്ത ഒരു ഭാവമാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാനെ പറ്റിയിട്ടുള്ള ആ വിശിഷ്ടമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ജ്ഞാനം അത് ലഭിക്കുമ്പോൾ അത് തന്നെയാണ് ആ ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിപൂർവം ചെയ്യുന്ന കർമ്മങ്ങള് അർപ്പണമായി മാറാണ്, ഭഗവത് അർപ്പണമായി മാറാണ്. അതാണ് ഇവിടെ വീണ്ടും വീണ്ടും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ എല്ലാ വസ്തുക്കളും വിഭിന്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതില് എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഭഗവത് ചൈതന്യം ഒന്നു തന്നെയാണ്. ഇപ്പൊ ചേതനങ്ങളും അചേതനങ്ങളുമായിട്ടുള്ള വസ്തുക്കളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ
ഇപ്പൊ മണ്ണിനെ പറ്റി മണ്ണ്, അപ്പൊ അതിൽ മണ്ണിൽ തന്നെയാണ് പാറയും അല്ലെങ്കിൽ കല്ലുകളും ഒക്കെ ഉണ്ടാവുന്നത്. ഒക്കെ വ്യത്യാസമാണ്, പക്ഷെ ബേസിക്കലി അത് മണ്ണ് തന്നെയാണ്. അപ്പൊ അതിന് വേറെ ഉദാഹരണങ്ങൾ പറയും. ഇപ്പൊ മാല, വള, കമ്മല് ഇതൊക്കെ സ്വർണ്ണാഭരണങ്ങളാണ്. പക്ഷെ അതില് എല്ലാം അടങ്ങിയിട്ടുള്ള വസ്തു എന്താണ്? സ്വർണമാണ്. അപ്പൊ അതിന്റെ ബേസിക് വസ്തു സ്വർണമാണ്. അതുപോലെ പലതിനും രൂപത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിലെ തത്വം അല്ലെങ്കിൽ ആ ചൈതന്യം ഒന്ന് തന്നെയാണ് എന്നാണ്. അപ്പൊ അചേതനങ്ങളിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ അതും ഭഗവത് സൃഷ്ടിയാണ്. അതിലും ഭഗവത് ചൈതന്യം അതിലും അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഈ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, ഭക്തി കൊണ്ട് ഞാൻ കൃതാർത്ഥനായിക്കോളാം, ഭക്തിയാണ് എനിക്ക് വേണ്ടത്, എന്നെ ഭക്തനാക്കണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മം, ജ്ഞാനം, അതിനെയൊക്കെ എങ്ങനെയാണ്, അതിനും സ്വീകാര്യതയുണ്ട്. ഇപ്പൊ കർമ്മഫലത്തിൽ കൂടിയിട്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്ത് ചിലർക്ക് ധ്യാനത്തിനൊന്നും സാധിക്കില്ല. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മയോഗികളാണ് അവര്. അപ്പൊ അതിൽ നിന്നും അവർക്ക് മുക്തി ലഭിക്കാം. അങ്ങനെയും അവര് മോക്ഷമാർഗത്തിലേക്ക് ആ കർമ്മം, ആ ശുദ്ധമായിട്ടുള്ള കർമ്മമാണെങ്കിൽ അതിൽ കൂടിയും മോക്ഷത്തെ ലഭിക്കാൻ സാധിക്കും എന്നാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും, ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും, അതൊക്കെ ഭഗവാനെ പ്രാപിക്കാനുള്ള ഉപായങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ലോക സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളില് ചെയ്യുമ്പോഴായാലും അതില് ജ്ഞാനവും ഭക്തിയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ അത് തന്നെ മോക്ഷത്തിനുള്ള ഉപായമായി മാറും എന്നാണ്. പിന്നെ അപ്പൊ ചില ആളുകളുണ്ട് വിഷയങ്ങളില് ആസക്തിയുള്ള ആളുകൾ. അപ്പൊ അവര് കൂടുതൽ കർമ്മം ചെയ്യാനും ഒക്കെ വിചാരിക്കുന്ന ആളുകൾ, എപ്പോഴും പ്രവർത്തിക്കുന്നവര്. അപ്പൊ അവരുടെ അത് കർമ്മയോഗം. അതുപോലെ ജ്ഞാനം സമ്പാദിക്കാനായിട്ട് ധാരാളം അറിവ് സമ്പാദിക്കുക, അതും ഭഗവാനെ അറിയാനുള്ള ഒരു മാർഗമാണ്. പക്ഷെ അവിടെയൊക്കെ പിന്നെ ഒരു മധ്യമാർഗം പറയുന്നുണ്ട്. അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് വിഷയരസങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഭക്തിയുണ്ട്. പക്ഷെ അങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഭക്തിയിലേക്ക് തിരിയാൻ പറ്റും. കാരണം അവരുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഭക്തി ഉണ്ട്. അപ്പോ ഭഗവാന്റെ കഥകളുടെ ശ്രവണം, അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങളുടെ ഭജനം, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഭക്തിയോഗം അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും എന്നാണ്. പിന്നെ പറയുന്നതും അത് തന്നെയാണ്. എങ്ങനെയാണ് മനുഷ്യനായി ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ, മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ മുക്തി നേടാൻ ഏത് മാർഗത്തിൽ യത്നിക്കണം എന്നാണ്. അപ്പൊ എന്ത് കാര്യത്തില് ഏത് വഴിയിൽ കൂടി പോയാലും ഭഗവാന്റെ ഒരു ആനുകൂല്യം, ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് വേണം എന്ന് കാണിച്ചുകൊണ്ടാണ് അടുത്ത ശ്ലോകം പറയുന്നത്. അപ്പോ ഈ മനുഷ്യജന്മം കിട്ടി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഭവസാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു തോണിയാണ് ഈ മനുഷ്യ ശരീരം എന്നാണ്. അപ്പൊ അത് വെറുതെ മോശമായിട്ടുള്ള ഒരു സംഗതിയൊന്നുമല്ല. അത് ശരീരം കൊണ്ടല്ലേ അത് സാധിക്കുള്ളൂ. പക്ഷെ ആ ശരീരം കിട്ടിയിട്ട് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവിടെ വേറെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാനുള്ള തോണി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ തോണി നമുക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കപ്പല് നമുക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ആ കപ്പലിലെ കപ്പിത്താനായിട്ട് വരേണ്ടത് നമുക്ക് ഒരു ഗുരുവാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ദിശ അറിയാൻ, അല്ലെങ്കിൽ ഏത് വഴിയിൽ കൂടിയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഒരു നല്ല ഗുരുവിനെ നമുക്ക് ലഭിക്കണം. അതിനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. പിന്നെ അപ്പോ ഓടിക്കാനുള്ള ആളും ഉണ്ട്, വാഹനമുണ്ട്. പക്ഷെ ഇത് കുറച്ച് മുൻപത്തെ കഥയാണല്ലോ പറയുന്നത്. ഇപ്പോ എല്ലാം ഇലക്ട്രിക് സംഗതികളാണ്. പണ്ടത്തെ കാലത്ത് കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചിട്ടായിരുന്നു, പായ് വഞ്ചികളൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ കാറ്റ് ഒരു പ്രധാന സംഗതിയാണ്. ശരിയായിട്ടുള്ള കാറ്റ്, അനുകൂലമായിട്ടുള്ള കാറ്റ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകും ആ വഞ്ചി. അപ്പോ ആ അനുകൂലമായിട്ടുള്ള കാറ്റ് ഭഗവാനാകണേ എന്നാ പറഞ്ഞത്. അപ്പോ കൃത്യമായിട്ടുള്ള ഗുരു വേണം. അതുപോലെ ഈ ശരീരം കിട്ടിയിട്ടുള്ള ആൾക്ക് ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ
ഈ ഭവസാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. അപ്പോ എത്ര സാധാരണക്കാരായ നമുക്കൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വളരെയധികം സഹായിക്കും. പിന്നീട് പറയുന്നതും ഭക്തിയോഗത്തെ തന്നെയാണ് പറയുന്നത്. ഈ 3 യോഗത്രയങ്ങള്, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അതിൽ ഭക്തിയോഗമാണ് സുഗമമായത് എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോ ജ്ഞാനത്തിൽ കൂടി ഭഗവാനെ അറിയാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ധാരാളം ക്ലേശങ്ങൾ സഹിക്കണം. ഇത് പഠിച്ച് മനസ്സിലാക്കി അതിനെ മനനം ചെയ്ത് കുറെ സംഗതികള്. അപ്പൊ പിന്നെന്താണ്, അത് ഈ ബ്രഹ്മത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അത് പ്രത്യക്ഷമല്ല. അപ്പൊ അത് അന്വേഷിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട്, നിരാകാരമായിട്ടുള്ള പരബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ക്ലേശം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോ അനേക ജന്മങ്ങളുടെ അവസാനത്തിലാണ് ഈ ജ്ഞാനമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരെ മുക്തി പ്രാപിക്കുള്ളൂ. അപ്പൊ കർമ്മയോഗവും അതുപോലെ തന്നെയാണ്. അവിടെയും ധാരാളം ജന്മങ്ങള് ചിലപ്പോ എടുക്കേണ്ടതായിട്ട് വരും. അതേ സ്ഥാനത്ത് ഭക്തിയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഭക്തിയോഗം ആദ്യം ആ ഭഗവത് കഥകളുടെ ശ്രവണം അല്ലെങ്കിൽ ഭഗവത് ഭജനങ്ങളുടെ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലെ ഒരു ആനന്ദം. അപ്പൊ ഭഗവാന്റെ നമ്മള് കീർത്തനങ്ങളൊക്കെ ചൊല്ലില്ലേ, അധരം മധുരം അഖിലം മധുരം എന്ന് പറയില്ലേ. എല്ലാം ഭക്തി തുടക്കത്തിലും മധുരമാണ്, മധ്യത്തിലും അവസാനത്തിലും ഒക്കെ ഭക്തി എന്നുള്ള ഭാവം ആനന്ദം തരുന്നതാണ്. അതെപ്പോഴും മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു യോഗമാണ് ഭക്തിയോഗം. അത് എന്നിൽ വളർന്ന് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭക്തിയെ എപ്പോഴും കൂടെ ഒരു സന്തത സഹചാരിയായിട്ടാണ് ഭക്തിയെ കൊണ്ടു നടക്കേണ്ടത്. അങ്ങനെ ആ ഭക്തിയോഗത്തിന്റെ എത്രത്തോളം സുഗമമാണ് ആ പന്ഥാവ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാണ്. പിന്നെ ഭക്തിയോഗത്തിന്റെ ഒരു ഭാഗമാണ് ധ്യാനം എന്നുള്ളത്. അപ്പൊ ധ്യാനം ജ്ഞാനയോഗം പോലെ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ, അപ്പോ അവിടെയും അതെ, ആ ജ്ഞാനത്തിനും ഒക്കെ എല്ലാറ്റിനും ഭക്തിയുടെ സഹായത്തോടുകൂടി വളരെ അനായാസേന മുക്തിയെ പ്രാപിക്കാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരാണ്. അപ്പൊ ഭഗവത് പ്രാപ്തിക്ക് ആ ധ്യാനം ശീലിക്കാനും ഭഗവാന്റെ അനുഗ്രഹം വേണം. കാരണം നമ്മുടെ ഈ മനസ്സ് നമ്മളെ പല വഴിക്ക് കൊണ്ടുപോകും. ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് വേറെ പല സംഗതികളിലേക്ക് തിരിഞ്ഞു പോകും. അതിനാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു തന്നത്, ധ്യാനം ശീലിക്കുമ്പോൾ ഭഗവാന്റെ കേശാദിപാദവും പാദാദികേശം ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. കാരണം അത് നമുക്ക് കുറച്ചുകൂടി സുപരിചിതമായിട്ടുള്ള ഒരു ഭാവവും രൂപവുമാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലേശങ്ങള് എല്ലാ യോഗങ്ങളിലും, കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും ഭക്തിയോഗത്തിലും ഒക്കെ ക്ലേശങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്ലേശങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അതിൽ ക്ലേശങ്ങൾ കുറഞ്ഞ ഒരു യോഗമാണ് ഭക്തിയോഗം എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ പിന്നെ ഈ ജ്ഞാനസമ്പാദനത്തിനും അതുപോലെ കർമ്മയോഗത്തിനുമുള്ള ബുദ്ധിമുട്ട് ഭക്തിയോഗത്തിന് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ മനസ്സൊന്ന് ആ മനസ്സിന്റെ ചഞ്ചലത ഒന്ന് ഇല്ലാതാക്കി തീർത്താൽ മതി. അപ്പോഴും നമുക്ക് കൂടുതൽ ഭക്തിയുടെ ഒരു ബേസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ആ മുക്തി മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ്. അപ്പോ ബുദ്ധിയും മനസ്സും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അനുഗ്രഹവും കൂടി നമുക്ക് വേണം. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ വേറെ ഈ ധ്യാനത്തിലെ സന്തോഷം വരാൻ എന്താ കാരണം? ആ ഭഗവാന്റെ രൂപത്തിന്റെ മനോഹാരിത അല്ലെങ്കിൽ ആ ദയ വഴിയുന്ന ആ മുഖം അല്ലെങ്കിൽ ആ പുഞ്ചിരി, അതൊക്കെ മനസ്സിൽ നിന്ന് മാറില്ല ഒരു ഭക്തന്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഭക്തി മാർഗം വളരെ എളുപ്പമായിട്ട് പറയുന്നത്. പിന്നെ ഭഗവാൻ ഹൃദയത്തിൽ വസിക്കുമ്പോ അല്ലെങ്കിൽ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലെ കാമവാസനകളൊക്കെ നശിച്ച് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ജ്ഞാനവും ഭക്തിയും ഒക്കെ മനസ്സിൽ ഉറയ്ക്കുമ്പോൾ അപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും. ഇപ്പൊ നമ്മള് കാളിയമർദ്ദന കഥയിൽ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൗഭരി മഹർഷിയുടെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിൽ നിന്നും വിട്ട് കാട്ടിലോ വീട്ടിലോ നാട്ടിലോ ഒന്നും തപസ് ചെയ്യാതെ വെള്ളത്തിനടിയിൽ തപസ് ചെയ്യാൻ പോയി എന്നാണ്. അപ്പൊ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പോലും അവിടെ മത്സ്യങ്ങളോട്, ആ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളോട് സംഘമുണ്ടായി എന്നാണ്. അപ്പോൾ ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ മനസ്സിനെ ആ ഒരു കൺട്രോളിൽ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതിനും ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അപ്പൊ ഗ്രഹം, പുത്രൻ, മിത്രങ്ങള്, മിത്ര കളത്രാദികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഉപേക്ഷിക്കാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. നമ്മളിപ്പോ ഇതൊക്കെ പറയും, ഞാൻ ഇങ്ങനെ ഒരു അവധൂതനെ പോലെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞാലും അത് പ്രവൃത്തിയിൽ വരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങള് ഇത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ് ലൗകിക ജീവിതത്തില്. അങ്ങനെ അത് നമുക്കറിയാം, ഇത് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, പക്ഷെ എനിക്കിത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഇതില്ല. അപ്പൊ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ദോഷബുദ്ധിയോട് കൂടിയിട്ട് ആ കാമങ്ങളെ സേവിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോഴും ആ ഭക്തി അവിടെ രൂഢമൂലമാണെങ്കിൽ അപ്പൊ ഭഗവാൻ അവിടെ ഹൃദയത്തിൽ ആ വിഷയാസക്തികളെയൊക്കെ പതുക്കെ 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 നശിപ്പിച്ചുകൊള്ളും എന്നാണ്. പിന്നീട് പറയുന്നത് ഒരു ഉദാഹരണം കൊണ്ടാണ് പറയുന്നത്. ഒരു അവന്തി രാജ്യത്ത് ഒരു വളരെ പിശുക്കനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കൃഷിയും കച്ചവടവും എല്ലാം ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കി. പക്ഷെ സ്വന്തമായിട്ട് ചെലവഴിക്കില്ല, ആർക്കും കൊടുക്കില്ല, നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കില്ല. അങ്ങനെ ജീവിച്ചു. വളരെ പിശുക്കിന്റെ ഒരു മൂർത്തിഭാവം എന്ന് പറയാം. അങ്ങനെ ഒടുവില് അദ്ദേഹത്തിന് കുറച്ച് പ്രായമൊക്കെ ആയപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പിന്നെ കള്ളന്മാരും ഒക്കെ ആ സ്വത്ത് മുഴുക്കെ തട്ടിയെടുത്തു. പിന്നെ കുറെ സ്വത്ത് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് പോയി എന്നാണ്. അങ്ങനെയുണ്ടല്ലോ, കണക്കിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുമല്ലോ ഗവൺമെന്റിലേക്ക്. അങ്ങനെയും കുറെ പോയി. അങ്ങനെ ശരിക്കും ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ ഇങ്ങനെ നടക്കേണ്ടി വന്നു. അപ്പൊ അത് ഭിക്ഷുഗീത എന്നിവിടെ ഭാഗവതത്തിലുള്ള ഭാഗം ഇതിന്റെ ഒരു ഇതാണ്. അങ്ങനെ ആ ബ്രാഹ്മണന് ബോധമുദിച്ചു എന്നാണ്. ഇതൊന്നും അല്ല ജീവിതം, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. ഇപ്പൊ എനിക്ക് വിഷമമുണ്ടായത് വേറൊരാളെ കൊണ്ടോ, അല്ലെങ്കിൽ എന്റെ നക്ഷത്രത്തിന്റെ ദോഷം, അല്ലെങ്കിൽ നാള് ദോഷം, അല്ലെങ്കിൽ എന്റെ ഗ്രഹനില മോശമായിട്ട് ഒന്നുമല്ല, എന്റെ മനസ്സാണ് ഇതിനൊക്കെ ദോഷമുണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ്. ന്യായം ജനോമേതു സുഖദുഃഖ ഹേതു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കുറെ ശ്ലോകങ്ങളുണ്ട്. അതില് ഇപ്പൊ ഇത് തന്നെയാണ്, എന്റെ മനസ്സാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോ മോക്ഷയോ എന്നുള്ളതുണ്ടല്ലോ, അത് തന്നെ. അപ്പൊ ആ തത്വം അല്ലെങ്കിൽ ആ ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം വളരെ ഒരു ഭിക്ഷാടനം ചെയ്യുന്ന ഒരാളെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് പോലും ആളുകള് അയാളെ വെറുതെ വിട്ടില്ല എന്നാ പറയുന്നത്. ഇരന്ന് കിട്ടിയ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇയാള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒന്നും ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു ദുഃഖാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, എന്റെ സമയം ശരിയല്ല, നല്ല സമയമല്ല, ഇവിടെ കാലക്കേട്, കർമ്മദോഷം, ഗ്രഹപ്പിഴ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊന്നുമല്ല കാരണം. എനിക്ക് ദുഃഖം സംഭവിക്കുന്നത് എന്റെ മനസ്സിലാണ് ഈ ദുഃഖമൊക്കെ വരുന്നത്. പക്ഷെ എന്റെ ആത്മാവിന് യാതൊരു ദുഃഖവും ഇല്ല. ആത്മാവിന്, ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആത്മാവിന് യാതൊരു ദുഃഖവും ഇല്ല. അപ്പൊ ഇത് ആത്മാവിനെ ബാധിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാണ്. പിന്നെ ഒരു പുരൂരവസ് എന്ന രാജാവിന്റെ ഒരു കഥ പറയാണ്. ആ പുരൂരവസിന് രാജാവിനെ ഉർവശി എന്ന് പറയുന്നത് നമ്മുടെ നരനാരായണന്മാരുടെ കഥയിൽ പഠിച്ചിട്ടുണ്ട്. നാരായണ മഹർഷിയുടെ തുടയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഉർവശി. അവര് ദേവലോകത്തെ നർത്തകിയാണ്. അപ്പോ ഈ പുരൂരവസ് എന്ന രാജാവിനെ അത്
ഐള പ്രാഗ് ഉർവശി എന്ന് പറഞ്ഞത്. ഐളൻ എന്ന് പറഞ്ഞാൽ പുരൂരോസ് തന്നെയാണ്, ഇളയുടെ പുത്രൻ എന്നാണ്. അതുകൊണ്ടാണ് ഐളൻ എന്ന് പേര്. ആ രാജാവിന് ഉർവശിയെ കുറിച്ചിട്ട് വളരെ മോഹമായിട്ട് ഉർവശിയെ സ്വർഗത്തിൽ നിന്ന് ഉർവശി എത്തി ഇവിടെ കുറച്ചു കാലം താമസിച്ചു. പക്ഷെ ഉർവശി കുറെ നിബന്ധനകളൊക്കെ വെച്ചു എന്നാ പറയുന്നത്. ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും എന്റെ ഈ നിബന്ധനകളിൽ എന്തെങ്കിലും തെറ്റു വന്നാൽ ഞാൻ അപ്പൊ പോവും, അങ്ങനെ ഒരു ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് ഇയാളെ. അപ്പൊ ഇയാള് എല്ലാം സമ്മതിച്ച് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് ആ കാമിനി സമാഗമ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കായിരുന്നു. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പിന്നീട് സ്വന്തം മനസ്സിലാക്കാണ്, വിരക്തി വരികയാണ്. ഇതൊന്നും അല്ല ജീവിതം എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നിസ്സാരമാണ്, ഈ ഇങ്ങനത്തെ സുഖങ്ങളൊക്കെ, ഈ രതിസുഖമൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി പിന്നെ ഭഗവത് കഥകൾ പാടിക്കൊണ്ട് നടന്നു എന്നാ പറയുന്നത്. അങ്ങനെ പരമാനന്ദ നിമഗ്നനായിട്ട് ഒരു ജീവൻ മുക്തനായിട്ട് സഞ്ചരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പറയാണ്, ഭഗവാനെ അങ്ങനെ ആ വിഷയാസക്തി വെടിഞ്ഞവനായിട്ട് ഉള്ള ഒരാളാക്കി തീർക്കണേ എന്നെ. കാരണം ഈ മനസ്സിലെ മറ്റ് വിഷയങ്ങള്, കാമക്രോധ മോഹം മതം മത്സര്യം അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള വികാരങ്ങളും അതിനെയൊക്കെ പതുക്കെ ഇല്ലാതെയാക്കിയിട്ട് ഒരു ഉന്നത അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ എന്നെ ഒരു ഭക്ത ശിരോമണിയാക്കണേന്നാ പറഞ്ഞത്. ഭക്തോത്തംസം, ഭക്ത ശിരോമണിയാക്കണേ എന്നാ പറഞ്ഞത്. അപ്പൊ അതിനെ ആ ഒരു ഉന്നത അവസ്ഥ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രതിബന്ധമായിട്ടുള്ളത് എന്റെ രോഗാവസ്ഥയാണ്. ആദിയും വ്യാധിയും ഒക്കെ ആണല്ലോ. ആദി ആകുമ്പോ പിന്നെ വ്യാധി, പിന്നെ ഈ രാഗം, പിന്നെ അത് രോഗമായി മാറും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ കൂടുതൽ നമ്മളിങ്ങനെ ഓരോന്നിനോട് രാഗം തോന്നുമ്പോ പിന്നീട് അത് രോഗാവസ്ഥയായിട്ട് മാറുകയാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള എന്താ പറയാ, അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭഗവാന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ എന്റെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്ത് എന്നിലുള്ള കാമവാസനകളെയൊക്കെ അവസാനിപ്പിച്ച് എന്നെ തികഞ്ഞ ഭക്തനാക്കണേ എന്ന് തന്നെയാണ് മേൽപ്പത്തൂര് ഓരോ സംഗതികളിലും പ്രാർത്ഥിക്കാൻ നമ്മളോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറയുമ്പോ അത് വായിക്കുന്ന നമുക്കും അത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുവരെ പഠിച്ച സംഗതികളിലൊക്കെ അങ്ങനെയാണ്, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, നിങ്ങളും ചെയ്തോളൂ എന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഒരു ഉപദേശം അതിലടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്റെ രോഗങ്ങളെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാവിധത്തിലുള്ള രോഗാവസ്ഥകളെയും ഉന്മൂലനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 96-ാമത്തെ ദശകവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സമർപ്പിക്കുകയാണ്. നമുക്കും ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഹരി ഓം.